ഇതിനിടയിൽ ഞാനൊരു കാര്യം അറിഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ലേഡീസിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? അത് പി കെയിലെ ലേഡീസ്. അപ്പം ലേഡീസിന് അറിയാമല്ലോ, നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ളൊരു ടൈമില്ല. പല കൈകളും ഉണ്ട്. മറ്റേ അവേഷ് ഷൺമുഖി പോലെ ഓരോ ഫുഡ് ഉണ്ടാക്കും, തൂക്കും, തുടയ്ക്കും, കുഞ്ഞിനെ ഒരു കയ്യിലെടുക്കും, ഹസ്ബൻഡ് ചോറ് ഒരു കൈ കെട്ടിക്കൊടുക്കും. ഇതിനിടയിലായിരിക്കും ഞങ്ങൾ ചിലപ്പോൾ ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ് കേൾക്കുന്നത്. അപ്പം നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ടൈമില്ല പഠിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ലേഡീസ് മാത്രമായിട്ട് ലേഡീസ് കോർണർ എന്ന് പറഞ്ഞിട്ടൊരു പി കെയിൽ തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. പി കെയിലെ ലേഡീസ് മാത്രം, അവിടെ ബോയ്സ് ഇല്ല കേട്ടോ, ലേഡീസ് മാത്രം. അങ്ങനെ ഞങ്ങൾ വെളുപ്പിനെ 3:30 മണിക്ക് എഴുന്നേക്കും. 3:30 മണി മുതൽ 5:30 മണി വരെ ഞങ്ങൾ പഠിക്കും. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫെയർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ. പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്ക് ആ സമയത്ത് നമ്മൾ റിവൈസ് ചെയ്ത് അവിടെ ഒന്ന് നോക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ പല ചിരിച്ചു മരിക്കും. ആ കോഡുകൾ വഴി നമ്മൾ പഠിക്കും. ജസ്റ്റ് റഫായിട്ടുള്ളതല്ല, പലരും പല കോഡുകൾ പറഞ്ഞ് ചിരിച്ച് കളിച്ച് 5:30 മണി ആകുന്നത് പോലും അറിയത്തില്ല, ഉറക്കമൊക്കെ അങ്ങ് പോകും. 5:30 മണിക്ക് പി കെ ചേട്ടൻ്റെ ക്ലാസ് ഇന്ത്യൻ പൊളിറ്റി അത് കേൾക്കും. ഒരു 7 മണിയൊക്കെ മോൻ ഉറക്കമായിരിക്കും. ഈ സമയത്തൊക്കെ മോൻ ഉറക്കമായിരിക്കും. ഇൻ കേസ് ഉണർന്നാലും എടുത്ത് കയ്യിൽ വെക്കും. ഫീഡ് ചെയ്തുകൊണ്ടായിരിക്കും പലപ്പോഴും ക്ലാസ് കേൾക്കുന്നത്. ഞാൻ അങ്ങനെ ഒത്തിരി തവണ ഈ 3:30 മണി സമയത്തൊക്കെ കുഞ്ഞിനെ കയ്യിൽ വെച്ച് ഫീഡ് ചെയ്ത് റാങ്ക് ഫയൽ വായിക്കും. അപ്പം ഇവിടുന്ന് മൂളുമായിരിക്കും, കുഞ്ഞുണർന്നു, മോൻ്റെ ബഹളമുണ്ട്. അപ്പം ഇതേപോലെ ഞാൻ മാത്രമല്ല, അവർക്കും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. നമ്മൾ ഈ തുല്യ ദുഃഖിതരാണ് സ്ത്രീകളെല്ലാം. പക്ഷെ നമുക്കെല്ലാവർക്കും എന്താ, ജോലി നേടണം എന്നാഗ്രഹമുള്ള ഒരു ടീം പെൺപിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എല്ലാവർക്കും ജോലി എന്നുള്ളൊരു സ്വപ്നത്തിലോട്ട് എത്തിച്ച് മെയിൻ ആളെന്ന് പറയുന്നത് നമ്മുടെ വീണ കിളിമാനൂർ.